ചേരുന്നു. ആലപ്പുഴ ആറാട്ടുപുഴയിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന് നിർണായക മൊഴി നൽകിയത് 7 വയസ്സുകാരിയായ മകൾ. തടിക്കഷ്ണം കൊണ്ട് അമ്മ തലയ്ക്കടിക്കുന്നത് കണ്ടു എന്നാണ് മകളുടെ മൊഴി. വിഷ്ണുവിന്റെ ഭാര്യ ആതിരയാണ് കേസിൽ 1-ാം പ്രതി. വിഷ്ണുവിനെ ഭാര്യയും ബന്ധുക്കളും സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് പിതാവ് നടരാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവളാണ് കൊലപാതകം നടത്തിയത്. മാരകമായ ആയുധം കൊണ്ട് അവനെ അടിച്ച് വീഴ്ത്തി തലയ്ക്ക് അടിയേറ്റാണ് വീണത്. അവിടെ ഇട്ട് മർദ്ദിക്കുകയായിരുന്നു. ആളുകൾ ഓടിക്കൂടിയ ഒടുവിലായിരുന്നു വന്ന് കുഞ്ഞിനെ പൊക്കിയെടുത്തപ്പോഴേ ആൾ മരിച്ച്. ആശുപത്രിയിൽ ചെല്ലുന്നേക്കാൻ മുമ്പേ തന്നെ ആൾ മരിച്ചു. പോയപ്പോൾ ഞാൻ വിളിച്ച് 8:30 ഞാൻ വിളിച്ചു, മോനെ എടാ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ വരുന്നച്ചാന്ന് പറഞ്ഞു. 10 മണിയായിട്ട് പോലും ഒരു വിളിയുമില്ല, അനക്കവുമില്ല. ഞാൻ എല്ലാവരെയും വിളിച്ചപ്പോൾ വഴക്ക് നടന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ശരത് എസ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശരത്ത്, ഇപ്പോൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. വിഷ്ണുവിന്റെ ഭാര്യ തന്നെയാണ്, അതായത് ആതിര തന്നെയാണ് തലയ്ക്ക് അടിച്ചത് എന്ന മകളുടെ മൊഴി എത്രത്തോളം നിർണായകമാണ്? ഈ കേസിൽ പോലീസ് പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിനീത, ആറാട്ടുപുഴയിൽ വിഷ്ണുവിന്റെ കൊലപാതകത്തിൽ ഇപ്പോൾ നിർണായക മൊഴിയായിരിക്കുന്നത് മകൾ നൽകിയ മൊഴി തന്നെയാണ്. അതായത് മകൾ പറഞ്ഞിരിക്കുന്നത് ഈ ആതിര തടിക്കഷ്ണം കൊണ്ട് തലക്കടിക്കുന്നത് കണ്ടു എന്നുള്ളതായിരുന്നു മകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകിയ മൊഴി. ഈ മൊഴി തന്നെയാണ് ഇതിൽ നിർണായകമായതും. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കണ്ടെത്തിയിരുന്നു തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതാണ്. ആ രീതിയിൽ നിലവിൽ ഭാര്യ ആതിരയാണ് കേസിലെ 1-ാം പ്രതി. ഒപ്പം ഭാര്യയുടെ അച്ഛന്റെ സഹോദരങ്ങളാണ് മറ്റു പ്രതികൾ, പൊടിമോൻ, ബാബുരാജ്, ഒപ്പം മറ്റൊരാളും. അതായത് 3 പേരാണ് നിലവിൽ ആതിരയ്ക്ക് പുറമെ കേസിൽ ഉൾപ്പെട്ടത്. ഇവരെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഇന്നലെ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം ഇന്നിപ്പോൾ എന്തായാലും കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മകളെ ഭാര്യയുടെ വീട്ടിൽ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിഷ്ണു ഇത്തരത്തിൽ ആറാട്ടുപുഴയിലെ ഭാര്യ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ വെച്ച് ഭാര്യയുടെ അച്ഛന്റെ സഹോദരങ്ങൾ ഇത്തരത്തിൽ ഇവരെ വിഷ്ണുവിനെ മർദ്ദിക്കുകയായിരുന്നു. അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ നൽകിയ മൊഴി. ആ രീതിയിൽ കുഴഞ്ഞു വീണ വിഷ്ണുവിനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ വിഷ്ണു മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ ഈ പറഞ്ഞതുപോലെ നിർണായകമായത് മകൾ നൽകിയ മൊഴി തന്നെയാണെന്ന് വിനീത. ശരി, നിർണായക മൊഴി തന്നെയാണ്. ഏതായാലും ആതിര തന്നെയാണ് തലയ്ക്ക് അടിച്ചത് എന്നാണ്, അതായത് സ്വന്തം അമ്മയാണ് അച്ഛന്റെ തലയ്ക്ക് അടിച്ചത് എന്ന് മകൾ മൊഴി നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നിർണായകമായതും. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ശരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു.